ഹായ്, ഇന്ന് നമുക്ക് ഒരു നെയ്യപ്പത്തിന് ആദ്യമായാലോ. ഈ നെയ്യപ്പത്തിന് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് അല്ല, ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറേ മുന്നേ 1999, അതായത് അതാണ് ഞാൻ ജനിച്ച വർഷം. എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മക്ക് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്കതുകൊണ്ട് നെയ്യപ്പം പപ്പ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തു. അങ്ങനെ അമ്മ അധികം തിന്നുകൊണ്ടാണോന്നറിയില്ല, എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കഴിക്കാണ്ട് കുറേ വർഷം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ എത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ നെയ്യപ്പം, ഉണ്ണിയപ്പം, മച്ചപ്പം, മറ്റേപ്പം, ആപ്പം, ഈയപ്പം, അങ്ങനെ പലതും ഉണ്ടാക്കും. പൊതുവേ എൻ്റെ വീട്ടിലിങ്ങനെ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല. ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കാറാണ്. അമ്മക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ നെയ്യപ്പം, ഉണ്ണിയപ്പം. പക്ഷെ എല്ലാ സാധനവും സക്സസ് ആവാറുണ്ട്, നെയ്യപ്പം മാത്രം സക്സസ് ആവാറില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ അമ്മനെ കളിയാക്കിയിട്ട് ഇവിടെ നെയ്യപ്പത്തിന് എന്തോ ശാപമുണ്ട്. എനിക്ക് പൊതുവെ ഇങ്ങനത്തേലൊന്നും വിശ്വാസമില്ല, പക്ഷെ വെറുതെ കളിയാക്കാൻ പറയുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ പലതവണ നെയ്യപ്പം ഉണ്ടാക്കി. ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ അറ്റം മൊത്തം ഫുള്ളായിട്ട് പൊന്തി വന്നു, പപ്പടം പോലെ. പിന്നെ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ ഉള്ളി ഇങ്ങനെ അമർന്നിട്ട് പുറം മാത്രം മുരിഞ്ഞു വന്നു. പിന്നെ ഒരു തവണ ഉണ്ടാക്കിയപ്പം വിട്ടുപോയി. അവിടെ എണ്ണയിൽ വെച്ചു, എന്നിട്ടും അതിങ്ങനെ ഫുൾ വിട്ടുപോയി. അതെന്താ ഇങ്ങനെ ടിസ്റ്റ് എടുക്കുന്നതെന്ന് അറിയില്ല. ഞാൻ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാൻ വലിയ കാര്യമായിട്ട് ട്രൈ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഉണ്ണിയപ്പം ഇഷ്ടമാണ്. ഏകദേശം ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനൊക്കെ ഒരു സെയിം ബെറ്റർ അല്ലേ ആണെന്ന് തോന്നുന്നു. എനിവേ, ഷേപ്പ് കൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടമില്ലാത്തത്. പിന്നെ ഞാൻ പുറത്തുനിന്ന് ഒരിക്കൽ കഴിച്ചു. പുറത്തുനിന്ന് കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായി. മേ ബി അത് നല്ല രസമുള്ളതുകൊണ്ടായിരിക്കും. ഇവിടെ റെസിപ്പിയിൽ എന്തോ പ്രശ്നം വന്നതാണ്, അതാണ് എൻ്റെ കണ്ടുപിടുത്തം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കി നോക്കാം. അപ്പം അറിയാലോ ശാപമാണോ റെസിപ്പിൻ്റെ പ്രശ്നമാണോ. അപ്പം നമുക്ക് കിച്ചണിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. പുതർത്തി വെച്ച അരി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഞാൻ ഈ അരി ഒരു 4-5 മണിക്കൂറോളം ഇട്ട് കാണും. ഇനി ഇത് മുഴുവൻ എടുത്ത് ജാറിലേക്ക് ഇടണം. തുടക്കത്തിൽ ഫ്ലോപ്പാണല്ലോ, ഇതുവരെ ഇല്ലാത്ത പ്രശ്നം ലൈറ്റർ അടിച്ചു പോയി. അങ്ങനെ ഞങ്ങളെ തോപ്പിക്കാൻ പറ്റില്ല. ചിപ്പട്ടി ഉണ്ടല്ലോ, കത്തിക്കാൻ. ഓക്കെ, ഇനി ശർക്കര ഒഴിക്കും, ഏലക്കായ ഇടാം, 2 സ്പൂണ് മൈദ. ഇത് ചെറിയ സ്പൂണാണ്, 2.5 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. മൈദ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആക്കും എന്നാണ് പറയുന്നത്. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ്. എന്തായാലും അരക്കുന്നല്ലേ, കല്ലുപ്പന്നെ ഇട്ടേക്കാം, അത്ര മതിയല്ലേ. ശർക്കരപ്പഴം നല്ലോണം തിളച്ചു, നമുക്ക് ഓഫാക്കാം. ഇത് ഇങ്ങനെ ലൂസായിട്ട് തന്നെ മതി കേട്ടോ, അധികം കട്ടിയാവേണ്ട ആവശ്യമില്ല. ഇനി ഇത് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഇത് തണയട്ടപ്പോഴത്തേക്കും നമുക്ക് നെയ്യ് വയ്ക്കാം. ഇത് നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തിടാം. ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി. കരിഞ്ഞു പോയാൽ അതിൻ്റെ അതേ ടേസ്റ്റ് നെയ്യപ്പത്തിനുണ്ടാവും. ഏകദേശം ഈ പാകം മതി. ഇനി നമുക്ക് ഓഫാക്കാം. പാന് സെറ്റായിട്ടുണ്ട്. ഇനി അത് ആവശ്യത്തിന് വയ്ക്കാം. അരിച്ചു വയ്ക്കണേ. കണ്ടോ, കല്ലും അതൊക്കെ ഇതിലുണ്ട്. കരിച്ചാൽ അതൊക്കെ പോകും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാന്നല്ലേ, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. സുജാത ഒന്ന് കറങ്ങട്ടെ. അങ്ങനെ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം കണ്ട ഇങ്ങനെ ഒരു തരി പോലെ ചെറുങ്ങനെ കിട്ടണം, എന്നാലേ ഒരു രസം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. കറുത്ത എള്ളും തേങ്ങാക്കൊത്ത് ഞാൻ ഒന്നിച്ചിട്ടു. ഗ്യാസ് ഓഫായി കഴിഞ്ഞപ്പോൾ കുറച്ച് എള്ളും കൂടി എടുത്തിട്ടാണ് ഞാൻ ഇട്ടത്. ഇത് നമുക്ക് ജാറിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യാം. വെറുതെ എന്തിനാ പാത്രമൊക്കെ എടുക്കുന്നത്, ഞാൻ തന്നെ കഴുകി വെക്കണ്ടേ. ഇതിൽ അവസാനത്തെ തുള്ളി നെയ്യ് വരെ ഞാൻ ഊറ്റിയിടും. എന്റെ ആത്മാവ് വരെ കാണും. നല്ലോണം മിസ് അങ്ങനെ കണ്ടോ. കളർ അത്ര ഡാർക്കായില്ല, കാരണം നമ്മളത് വെള്ള ശർക്കരയാണ്.
കുറച്ച് കറുത്ത ശർക്കര വാങ്ങിയാല് ആ കളറ് കുഴപ്പമില്ല. ഇപ്പൊ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ. ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ കൊണ്ടുവരാൻ ഇവനാണ് ബെസ്റ്റ് എന്നാണ് ഞാൻ കേട്ടത്. നന്നായി മിക്സ് ചെയ്യട്ടെ. ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്ന് പറയുന്ന പോലെ, അഥവാ ഉയരം കൂട്ടിയാല് ബാറ്ററിന്റെ ടേസ്റ്റ് കൂടിയാലും ഞാൻ നല്ല രസമുണ്ട് കളിക്ക്. മതി, ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം. ഇരുമ്പിന്റെ ചട്ടിയിലാവാം. അപ്പോ ചൂടായ ചട്ടിയിലേക്ക് ഞാൻ നല്ല സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇനി ഇത് ചൂടായിട്ട് വേണം ബാറ്റർ ഒഴിക്കാൻ. എണ്ണ ചൂടായെന്ന് അറിയാൻ ഒരു ട്രിക്ക് ഉണ്ട്, കാണിച്ചേ. നമ്മള് ഈ കയ്യിലില്ലേ അതിങ്ങനെ തല തിരിച്ചു വെക്കാം. അതിനെ കണ്ടോ ചെറിയ ബബിൾസ് അതിന്റെ അറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ടോ അതിന് ചുറ്റും. അത് അർത്ഥം ചൂടായി എന്നാണ്, അതായത് എണ്ണ ചൂടായി. ഇനി നമുക്ക് ബാറ്റർ ഒഴിക്കാം. 1 സ്പൂണ് ബാറ്റർ എടുക്കാം. അതെ, ഒന്നും എടുക്കണ്ട, മെല്ലെ ഇതിലേക്ക് ഒഴിക്കാം. ഇത് ഹൈ ഫ്ലെയിമിലാട്ടോട്ടില്ലേ. ഇനി അത് വേവാൻ ചെറുങ്ങനെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി മെല്ലെ തിരിച്ചിടാം. എന്റെ ദൈവമേ, ഉള്ളിയൊക്കെ ശരിയല്ല, നെയ്യൊക്കെ ശരിയായി. അപ്പൊ ശരിയായി. കണ്ട 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 പൊന്തി വരുന്ന കണ്ട. കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പൊ സിമ്മിൽ ഇട്ടിട്ടുണ്ട്, എല്ലാം കരിഞ്ഞു പോകും. ചെറുക്കിട്ട് മറച്ചിട്ടാല് ഫുള്ള് പൊടിഞ്ഞു പോകും. കണ്ട 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 മാവ് പുറത്ത് തന്നെ ഉണ്ടാവും. ഇതുപോലത്തെ മണ്ടത്തരം ചെയ്യരുത്. ഇത് ഉള്ളു വേണം, എന്നിട്ട് വേണം മറിച്ചിടാൻ. ഓക്കെ, ഇനി മെല്ലെ മറിച്ചിടാം. എന്ത് രസം എന്റെ മോനെ, ഒന്നിട്ട് സത്യം പറഞ്ഞ ഇത് ആദ്യമായിട്ട് ശരിയായി എന്നൊരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക്. അങ്ങനെ ഒന്നൊന്ന് തുടങ്ങിയ ഉണ്ണിയപ്പം തന്നെ പറഞ്ഞു. എനിക്ക് ഉണ്ണിയപ്പം ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്തായാലും നെയ്യപ്പം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട്. ഇത് നിറച്ച് നെയ്യപ്പാണ്. റാനു, നെയ്യപ്പം തിന്ന് നോക്കിയില്ലേ? ഇഷ്ടായ? എങ്ങനെയുണ്ട്? അതെയാ, നല്ല രസമുണ്ടേനു. താങ്ക് യു. അപ്പൊ നെയ്യപ്പത്തിന്റെ ശാപം ഇവിടെ ഒഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നെയ്യപ്പത്തിന്റെ ശാപമല്ല, നമ്മളെ റെസിപ്പിയിൽ വന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഞാൻ അതിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ ചില നിഗമനങ്ങൾ നിങ്ങളടുത്ത് പറയാം. ബാറ്റർ അധികം ലൂസാവരുത്, എണ്ണ അത്യാവശ്യം നല്ലോണം വേണം, നെയ്യ് അത്യാവശ്യം വേണം, എന്നാലേ ആ തേങ്ങയെ വാട്ടിക്കഴിഞ്ഞാൽ ആ സ്മെല്ലും ഈ നെയ്യപ്പത്തിൽ നല്ലോണം ഉണ്ടാവും. പിന്നെയുള്ള കാര്യം, ഇത് ഉണ്ടാക്കിയ ഉടനെ തിന്നരുത്. ഈ ചൂടോടെയൊക്കെ തിന്നുമ്പോൾ നമുക്ക് അത്ര സുഖം കിട്ടില്ല. പിറ്റേന്ന് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഈ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ് മറിഞ്ഞ് നിന്ന് ആ ചൂടൊക്കെ പോയി അതൊന്ന് ഇരിക്കുമ്പോൾ ഒന്ന് സെറ്റ്, പിറ്റേന്ന് കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. അതാണ് ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എള്ളിടണം, അതൊക്കെ നിങ്ങൾക്കറിയാലോ. എനിവേസ്, എന്തായാലും ഇത് സക്സസ് ആയാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ തന്നെ അത് പൊന്തി വരികയും ചെയ്തു. അതെന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടോ എനിക്ക് എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയും നാളെ പുതിയ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് വരാം. അപ്പൊ ഓക്കെ, ബൈ. എല്ലാവരും
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെന്താ ചെയ്യണ്ടേ? ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ ഞാൻ എന്തെങ്കിലും വീഡിയോ ഇട്ടാല് അതിന്. അപ്പൊ ഓക്കെ, ബൈ.